24 from Flowers Group. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. ഭിന്നശേഷിക്കാർക്കും എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കുമുള്ള നിയമന അംഗീകാരം വൈകുന്നതിൽ പ്രതിഷേധവുമായി അധ്യാപകർ. കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്ടീവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ വഞ്ചിച്ചുവെന്ന് അധ്യാപകർ കുറ്റപ്പെടുത്തി. സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നിയമനങ്ങൾ നടക്കുന്നില്ല. ഇതോടെയാണ് അധ്യാപകർ പ്രക്ഷോഭത്തിനിറങ്ങിയത്. കോടതി ഉത്തരവിട്ടിട്ടും 3 വർഷമായി ഭിന്നശേഷിക്കാർക്കുള്ള ഒഴിവുകൾ നികത്താതെയും മറ്റ് അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാതെയും സർക്കാർ കബളിപ്പിക്കുകയാണ് എന്നാണ് അധ്യാപകരുടെ പരാതി. സർക്കാരിന്റെ ഈ നിലപാട് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്ന മാഫിയയ്ക്ക് സഹായമാകുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. നിയമനാംഗീകാരം ലഭിക്കാത്തതിനാൽ നിരവധി അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലാണെന്നും അധ്യാപകർ പറയുന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് തന്നൊരു വാക്കുണ്ടായിരുന്നു, കോടതി വിധിയുമായി വന്നു കഴിഞ്ഞാൽ ഇത് പരിഗണിക്കാമെന്നുള്ളത്. പക്ഷെ ഇല്ലാത്ത പൈസ കൊടുത്ത് ഇക്കണ്ട അധ്യാപകർ കംപ്ലീറ്റ് പൈസ കൊടുത്ത് കോടതിയിൽ പോയി വിധി മേടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ ഓർഡർ കാറ്റിൽ പറത്തുന്ന ഒരു റിജക്ഷൻ ലെറ്റർ ആണ് ഞങ്ങൾക്ക് തന്നത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് തന്ന ഉറപ്പാണ് അവിടെ കാറ്റിൽ പറന്നു പോയത്. 16,000 അധ്യാപകരാണ് നിയമന അംഗീകാരം ലഭിക്കാതെ 3 വർഷമായി ജോലി ചെയ്യുന്നത്. ഇവർക്ക് നിയമനാംഗീകാരം നൽകുക, നിയമനാംഗീകാരം കിട്ടാതെ ആത്മഹത്യ ചെയ്ത അലീന ബെന്നി, അധ്യാപികയുടെ ഭർത്താവ് ഷിജോ എന്നിവർ ഉൾപ്പെടെയുള്ള അധ്യാപക സമൂഹത്തിന് നീതി ലഭ്യമാക്കുക, വ്യാജരേഖ ചമച്ച് ഭിന്നശേഷിക്കാരുടെ ജോലിയിൽ കയറിയ അധ്യാപകരെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സുപ്രീം കോടതി വിധിയിൽ NSSന് മാത്രം അനുകൂലമായി ഉത്തരവിടുകയും മറ്റുള്ളവർക്കും കോടതി വിധി മുഖാന്തരം ലഭിച്ച വിധി സർക്കാർ നടപ്പിലാക്കാത്തത് സ്വജനപക്ഷപാതമാണെന്നും അധ്യാപകർ ആരോപിക്കുന്നു. ഒരു കാലം കൊണ്ട് നമ്മളും ആത്മഹത്യക്ക് നീങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണ്. സേവിങ്സ് എല്ലാം കൊടുത്ത് സ്കൂൾ കയറുകയും പിന്നീട് മുന്നോട്ട് കുടുംബക്കാർക്കും സമൂഹത്തിനും ഒക്കെ നമ്മളൊരു ഭാരമായി മാറുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ശവപ്പെട്ടിയുമേന്തി കോഴിക്കോട് DDE ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. SK പൊറ്റക്കാട് പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. നിയമനം അനന്തമായി നീണ്ടുപോയാൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് അധ്യാപകരുടെ തീരുമാനം. കോഴിക്കോട് നിന്ന് അബിത്തിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ റിപ്പോർട്ടോടെ പൊതുജനം കഴുതിയല്ല സാർ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി 24 റൗണ്ട് അപ്പിന്റെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം പ്രജിൻസി കണ്ണനെത്തും. നമസ്കാരം.